വരികയാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2018 ഡിസംബർ 8 ഞാനിവിടെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഭയങ്കരമായൊരു വേദനയോടുകൂടെയാണ്. ഈ കൃപാസനം എവിടെയാണെന്നോ ഈ വഴി എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ നിരന്തരം എൻ്റെ അമ്മായിയമ്മ പെരുമ്പാവൂരിൽ നിന്ന് എന്നോട് വിളിച്ച് പറയുമായിരുന്നു, മോളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം, ഇത് എവിടെയാണെന്ന് എനിക്കറിയില്ല, നീ ഒന്ന് തേടി പിടിക്കുമെന്ന് എന്നോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വീട് വയ്ക്കാനൊരുങ്ങി ഞങ്ങൾ അടിത്തറ കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഈ അടിത്തറ ഫൗണ്ടേഷൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഈ ഫൗണ്ടേഷൻ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഫൗണ്ടേഷന് അടിത്തറ മാന്തി ഈ 650 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് 3 ലോഡ് പാറയ്ക്ക് നിൽക്കേണ്ട പണി ലാസ്റ്റ് 10 ലോഡ് പാറയായിട്ടും ഈ ഫൗണ്ടേഷൻ ഉയരുന്നുമില്ല. ഈ ഫൗണ്ടേഷൻ്റെ ഒരു സൈഡ് കെട്ടി വരുമ്പോഴത്തേക്കിന് അടുത്ത സൈഡ് വളയും, അപ്പോഴത്തേക്കിന് ആ സൈഡ് പൊളിക്കും. ഇങ്ങനെ ആയി 3-4 അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ തീരേണ്ട ഫൗണ്ടേഷൻ്റെ പണി 1 മാസമായിട്ട് ഈ ഫൗണ്ടേഷൻ പൂർത്തിയായില്ലെന്നുള്ളതോ. ഞങ്ങളാകെ നിരാശയിൽ 15,000 രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് പണിക്ക് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് ജോലിക്കാർക്കെല്ലാം കടം മേടിച്ച് 2 മാസം വരെ കാശ് കൊടുത്തിട്ടും ഈ പണി തീരുന്നില്ല. ലാസ്റ്റ് ഞാനങ്ങ് തകർന്നെന്നുള്ളത്. ഒരു വഴിയില്ല. 3 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, രോഗിയായ ഒരു ഭർത്താവ്, എവിടെ ചെന്ന് കൈ നീട്ടും. അയൽവക്കത്തു നിന്നെല്ലാം മേടിച്ച് ഒരു രക്ഷയില്ല. ഫൗണ്ടേഷൻ ഇങ്ങനെ തീരാതെയും കിടക്കുകയാണ്. ലാസ്റ്റ് വന്നപ്പോൾ അന്നൊരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തോന്നുവാണ്, ഈ കൃപാസനം എവിടെ, എന്തുവായാലും ഞാനിത് തേടി പിടിച്ച് അവിടെ ചെല്ലും, എൻ്റെ അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റും എന്ന് കരുതിക്കൊണ്ട് ഞാനിവിടുന്ന് രാത്രി എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഈ കൃപാസനം തേടി പോവുക എവിടെ ആയാലും. അപ്പോൾ എന്നോട് പറഞ്ഞ്, നിനക്ക് അറിയാൻ വയ്യാത്ത വഴിയാണ്, ഒന്നാമത് നിനക്ക് നടക്കാൻ പോലും പറ്റത്തില്ല, ഇവിടുന്ന് പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെക്കുറിച്ച് ഇത് ഓർക്കണ്ട, ഞാൻ പോകുമെന്നും പറഞ്ഞ് 2 മക്കളെയും കൈ പിടിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് കണ്ടക്ടറോട് ഞാൻ ആ വഴി ചോദിച്ച് ഞാനിവിടെ കലവൂർ ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യം പറയാണ്, ഈ കൃപാസനത്തിൻ്റെ മുമ്പിൽ ഞാൻ വന്നപ്പോൾ ഒരമ്മയെ മക്കൾ ആദ്യം കാണുമ്പോൾ ഉള്ള ഒരനുഭവം ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാനിവിടെ കയറി ആ വഴിയിൽ വന്ന് ഇറങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഈ കൃപാസനത്തിൽ കയറി എന്നുള്ളതാണ്. പിന്നെ നടന്നത് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എനിക്കത് പറയാനൊക്കത്തില്ല. അമ്മ മകളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷ സുഖമുണ്ടല്ലോ, അതാ ഞാൻ അനുഭവിച്ചത്. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറയാണ്, നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി നാളെ പൂർത്തിയാവും, പണികളെല്ലാം ലെവലായി, നാളെ കൊണ്ടത് കെട്ട് തീരുമെന്ന് പറഞ്ഞ് അവിടെ ഉറക്കിയായിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ്റെ പണി. എന്നിട്ട് ആ പണി അവിടെ നടന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഒരു കടം കയറി ബാധിച്ച് നിങ്ങളെല്ലാവരും കുടുംബത്തിൽ ജീവിക്കുന്നവരല്ലേ, മുളക് പൊടി ചാലിച്ചെന്ന മക്കൾക്ക് ചോറ് കൊടുക്കുന്ന ദിവസങ്ങളോളം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുളക് പൊടിക്കകത്ത് ചാലിച്ച് ചോറ് കൊടുക്കും. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ 10 മണിയാകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി കയറി വരുമ്പോൾ കൈ നിറച്ച് സാധനങ്ങളും വീട്ടിൽപ്പെട്ട എല്ലാ സാധനങ്ങളും മേടിച്ച് പറക്കി കാശുമായിട്ടാണ് അന്ന് വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അച്ഛാ ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറയാം, എടി ഇന്ന് നോക്കിയ ലോട്ടറിക്കകത്ത് 5,000 രൂപ എനിക്ക് അടിച്ചെന്ന്. എൻ്റെ വീട്ടിൽ പെട്ട എല്ലാ സാധനവും പിറ്റേന്ന് പള്ളി ഞായറാഴ്ചയാണ്, ഒരു ശനിയാഴ്ച ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2,000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ്, നമ്മുടെ പള്ളിയിൽ ഇച്ചിരി കുടിശ്ശികയുണ്ട്, ഈ 2,000 രൂപ നീ പള്ളിയിൽ കൊടുത്തു വിട്ട് പള്ളിയിലെ കുടിശ്ശിക തീർക്കെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് 3 മാസം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് 8-ാം തീയതി എനിക്ക് 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കണം. 7-ാം തീയതി എന്ന് എൻ്റെ വീടിൻ്റെ വാർപ്പ് പൂർത്തിയാക്കി മാതാവ് 8-ാം തീയതി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന്. അതോടെ കൂടെ എനിക്കൊരു രോഗമുണ്ടായിരുന്നു. രോഗം എന്ന് പറഞ്ഞാൽ 8 വർഷമായി. എൻ്റെ ഈ നിവർത്തികേട് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വഴിയില്ല. ഒരു ഓട്ടോറിക്ഷക്കാരനാണ് എൻ്റെ ജീവിത പങ്കാളി. എൻ്റെ 3 പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ആവശ്യങ്ങളോ രോഗങ്ങളോ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ലായിരുന്നു. എൻ്റെ യൂട്രസ് മൂത്രസഞ്ചി താഴ്ന്ന ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു. 8 വർഷം കൊണ്ട് ഞാനത് കൊണ്ടു നടന്നു. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ആരെയും അറിയിച്ചില്ല. എൻ്റെ അച്ഛനെ പോലും അറിയിക്കാതെ കൊണ്ടു നടന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അനുഭവക്കാരാണ്, നിങ്ങൾക്കറിയാം, 10 പേരുടെ മുമ്പിൽ പോയി നമുക്ക് ഇരിക്കാനൊക്കത്തില്ല, നമുക്കൊന്ന് ചിരിക്കാനൊക്കത്തില്ല, മൂത്രം പോവും, ചുമയ്ക്കാനൊക്കത്തില്ല, നല്ലപോലെ ഒന്ന് വർത്തമാനം പറയാനൊക്കത്തില്ല.
പനി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചുമ വന്ന് പിന്നെ അന്നത്തെ ദിവസം മൊത്തം നമ്മൾ മൂത്രത്തിൽ കിടന്നുള്ളൊരവസ്ഥയാണ്. നമ്മൾ ഇത്രയും പ്രായമുള്ളവരുടെ മൂത്രത്തിൻ്റെ പാഠം നമുക്ക് പറയാതറിയാമല്ലോ. ഞാൻ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് അങ്ങേയറ്റത്തൊരു കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്കിവിടെ ഇരുന്നു കൊണ്ട് ചുമ വന്നപ്പോൾ എനിക്ക് മൂത്രം പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ ഈ ദുഃഖം നീ കാണുന്നില്ലേ അമ്മ എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒറ്റ വിളി എൻ്റെ മാതാവിനെ വിളിച്ച്, എൻ്റെ അമ്മ എനിക്ക് രോഗസൗഖ്യം തന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ വീട്ടിൽ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി തുടങ്ങി, എനിക്കെന്തോ എൻ്റെ ശരീരത്തിനൊരു മാറ്റം വരുന്നത് പോലെ. അതുമല്ല, ഒരു ദിവസം 2-3 പ്രാവശ്യം ഞാൻ ഡ്രസ്സ് മാറണം. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മാതാവ്, എൻ്റെ മൂത്രസഞ്ചി താഴുന്ന രോഗം മാതാവ് ഇതിനകത്ത് ഈ കൃപാസനത്തിൽ വെച്ചിട്ട് എൻ്റെ അമ്മ ഓപ്പറേഷൻ കൂടാതെ എന്നെ സുഖപ്പെടുത്തിയാണ് ഇവിടുന്ന് വിട്ടത്.